തിരുവനന്തപുരം ചാക്കയിൽ വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അസാധാരണമായ രീതിയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും MDMAയും പിടിച്ചെടുത്തത്. വീട്ടുടമയും സ്ഥിരം ലഹരി കേസുകളിലെ പ്രതിയുമായ അനീഫ് ഖാനെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ 2 പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ വൻ റാക്കറ്റിലെ കണ്ണിയാണ് പിടിയിലായത്. അനീഫ് ഖാനെ മുൻപ് 3 തവണ എക്സൈസ് ലഹരിക്കടത്തിന് പിടികൂടിയിട്ടുണ്ട്. ചാക്ക ITയിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഫ് ഖാന്റെ വീട്ടിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 12 കിലോ കഞ്ചാവും MDMAയും പിടിച്ചെടുത്തു. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് വീടിനുള്ളിലെ പ്രത്യേക രഹസ്യ അറകളിൽ നിന്ന്. അറകൾ അത് നമുക്കതാ ഇങ്ങനെ സാധാരണഗതിയിൽ കണ്ടുള്ളത് അറയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ അതിനകത്ത് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞില്ല, MDMA ഉൾപ്പെടെ സൂക്ഷിക്കാൻ ബാത്റൂമിനുള്ളിൽ പോലും പ്രത്യേക അറകൾ. ഇതൊരു വീടിൻ്റെ ബാത്റൂം എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ അകത്തും ഈ രഹസ്യ അറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന സാധാരണ നമ്മളുടെ ഒരു അറ, നമ്മൾ ഈ വാഷ് ബേസിൻ്റെ ഒക്കെ താഴെ കാണുന്ന ഒരു അറയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റി ഇതിനുള്ളിൽ ഇതിന് താഴേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അതുകൂടി ഈ രഹസ്യ അറയാക്കി ഇവിടെയൊക്കെ ലഹരി സൂക്ഷിക്കുന്ന രീതിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ച ഇദ്ദേഹം വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്നതായിട്ട് നമുക്കൊരു അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറയുണ്ടാക്കുന്നത് പുള്ളിക്കൊരു ഹോബിയാണ്. വാഹനത്തിൽ നേരത്തെ ഓമ്നി വാനിൽ ഒരു അറയുണ്ടാക്കിയാണ് നമ്മൾ 20 കിലോളം കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 വീട്ടിനകത്ത് തന്നെ 2 അറയുണ്ട് അദ്ദേഹത്തിന്. ലഹരി മരുന്നുകൾ തൂക്കമുറപ്പാക്കി വിൽക്കാൻ പ്രത്യേക ത്രാസുകൾ, MDMA അളക്കുന്ന ഡിജിറ്റൽ ത്രാസ്, കൂടാതെ പലതരത്തിൽ ലഹരി വിൽക്കാനുള്ള പ്രത്യേക കവറുകളും എക്സൈസ് പിടിച്ചെടുത്തു. ഇതാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൊണ്ടുപോകാൻ വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന കവറുകളാണ് ഈ കൊച്ചു കവറുകൾ. അപ്പോൾ ഇത് ഇവിടുന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഡ്രഗ്സ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസാണിത്. അപ്പോൾ ഇതും ഈ ചെറിയ കവറുകളും കിട്ടിയില്ലാണ് നമുക്ക് സംശയം കൂടുതൽ വന്നത്. അപ്പോൾ ഈ MDMA കച്ചവടം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ സാധനം എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണയായിട്ട് പുള്ളി കഞ്ചാവ് കച്ചവടമാണ് ചെയ്യുന്നത്. അനീഫ് ഖാന് ആന്ധ്രയിൽ നിന്നും ലഹരി എത്തിച്ച് നൽകുന്ന കണ്ണികളെ കേന്ദ്രീകരിച്ചും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. എന്തായാലും ഈ കക്ഷിയൊക്കെ പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. വീട്ടിലൊക്കെ രഹസ്യ അറകളൊക്കെ ഉണ്ടാക്കി MDMA ഒക്കെ കാത്തു സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്ന ഒരുവനൊന്നും നികുതി കുറച്ച് പോയാലും വേണ്ടില്ല, അകത്ത് തന്നെ കിടക്കട്ടെ.